നമസ്കാരം. നമ്മൾ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ മാറ്റിവെച്ചത് മറ്റുള്ളവർ നമ്മളെ കുറിച്ച് എന്ത് വിചാരിക്കും, ഞാൻ ആ കാര്യം ചെയ്താൽ ആളുകൾ എന്നെ കുറിച്ച് എന്താണ് പറയുക, അവരെന്നെ പരിഹസിക്കില്ലേ, എന്നെ കളിയാക്കില്ലേ, എന്നെ ഒറ്റപ്പെടുത്തില്ലേ എന്നൊക്കെയുള്ള ചിന്ത കൊണ്ടല്ലേ നമ്മൾ പല കാര്യങ്ങളും ചെയ്യാതെ പോയത്. നാം അടക്കമുള്ള ഈ ലോകത്തിലെ മഹാഭൂരിപക്ഷം ആളുകൾക്കും വിജയിക്കാൻ കഴിയാത്തത്, പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്, ഒരു മേഖലയിലും നമുക്ക് തിളങ്ങാൻ കഴിയാത്തത് ഈ ഒരൊറ്റ മോശമായ ചിന്തയാണ്. ഈ നെഗറ്റീവ് ചിന്തയിലൂടെ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തത്. നമ്മുടെ ഇഷ്ടങ്ങൾ, സന്തോഷങ്ങൾ, സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങൾ, ഒരുപാട് നമ്മുടെ താല്പര്യങ്ങളെല്ലാം നാം മാറ്റിവെച്ചത് ഈ ആളുകൾ എന്ത് വിചാരിക്കും എന്നത് മാത്രം കരുതിക്കൊണ്ടാണ്. അതുകൊണ്ട് മാത്രമാണ് നമ്മുടെ അത്തരം ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം പ്രവൃത്തിപഥത്തിലെത്താതെ നാം മാറ്റിവെച്ചത്. ഒരു മിനിറ്റ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. എത്രയെത്ര സ്വപ്നങ്ങൾ നമുക്കുണ്ട്, എത്രയെത്ര ആഗ്രഹങ്ങൾ നമുക്കുണ്ട്, എത്രയെത്ര കഴിവുകൾ നമ്മുടെ ഉള്ളിൽ നാം ഒതുക്കി വെച്ചിട്ടുണ്ട്. ഏതെല്ലാം മേഖലയിൽ എത്തിപ്പിടിക്കാൻ നമുക്ക് കഴിയും, നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഇതെല്ലാം നാം തുടങ്ങാനുള്ള പ്രയാസം എന്താണ്? ആ പ്രയാസം എന്ന് പറയുന്നത് മറ്റുള്ളവർ ഞാനത് പ്രവർത്തിക്കുമ്പോൾ എന്താണ് എന്നെ കുറിച്ച് ധരിക്കുക, അവരെന്നെ കുറിച്ച് എന്താണ് വിചാരിക്കുക എന്നതാണ്. എന്നാൽ നാം ഈ നമ്മളെ കുറിച്ച് പലതും വിചാരിക്കുകയും നമ്മളെ പരിഹസിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്യുന്നു എന്ന് നാം വിചാരിക്കുന്ന ആളുകൾ, നാം തുടങ്ങുമ്പോൾ നമ്മളെ എതിർക്കുകയും നമ്മളെ പരിഹസിക്കുകയും നമ്മളെ ഡീമോട്ടീവ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ നമ്മളൊന്ന് വിജയിച്ചു കണ്ടാൽ അവർ നമ്മളുടെ കൂടെ കൂടും, നമ്മളെ അനുമോദിക്കും, നമ്മുടെ വിജയത്തിന്റെ നല്ല പങ്കും അവരാണെന്ന് പറയും. ഇതെനിക്കൊരു അനുഭവം ഉണ്ടായതാണ്. എൻ്റെ ഒരു സുഹൃത്ത് സിനിമാ ഭ്രാന്തുമായി നടന്നിരുന്ന ഒരാൾ, അവസാനം അദ്ദേഹം അല്പം TV ഷോകളും പിന്നീട് ചെറിയ ചെറിയ രീതിയിൽ സിനിമയിലുമൊക്കെ ആയതിന് ശേഷം അദ്ദേഹത്തിന്റെ നാട്ടിൽ ഒരു സ്വീകരണം നാട്ടുകാർ വെച്ചു. ആ സ്വീകരണ പരിപാടിയിലേക്ക് ആശംസ പ്രസംഗത്തിന് വേണ്ടി എന്നെയും ക്ഷണിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് എന്ന നിലയ്ക്ക്, അദ്ദേഹത്തെ നല്ല രീതിയിൽ മോട്ടീവ് ചെയ്തിരുന്ന, അദ്ദേഹത്തിന്റെ ഒരു പ്രയാസ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ കൂടെ നിന്ന വ്യക്തി എന്ന നിലയ്ക്ക്. അങ്ങനെ ആ പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരാള്, എനിക്ക് അന്നേ അറിയാം ഇവൻ നല്ല ഒരു നിലയിലെത്തുമെന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ പങ്കാളിയാകുമെന്നും അതിലൂടെ നമ്മുടെ നാടിന് പ്രശസ്തി നേടിത്തരുമെന്നും ഒക്കെ എനിക്ക് അന്നേ അറിയാം. അതുകൊണ്ട് തന്നെ അവന്റെ ഏതു കാര്യത്തിനും അവന്റെ കൂടെ നിൽക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതിൽ എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട് എന്ന രീതിയിൽ പ്രസംഗിച്ച ഒരാളെ കുറിച്ച് എൻ്റെ ആ സുഹൃത്ത് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എന്നെ ഭക്ഷണത്തിന് ക്ഷണിക്കുകയും അമ്മയെയും മറ്റു ഉള്ള ആളുകളെയൊക്കെ പരിചയപ്പെടുത്തി ഞങ്ങളവിടെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എൻ്റെ ഈ സുഹൃത്ത് വളരെ രസകരമായ രീതിയിലും എന്നാൽ സങ്കടത്തോടും കൂടി അദ്ദേഹം പറഞ്ഞു, അവിടെ ആ പ്രസംഗിച്ച ആളുണ്ടല്ലോ, അദ്ദേഹം ദിവസവും എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ അമ്മയെയും എൻ്റെ ചേട്ടനെയും പറഞ്ഞു തിരിക്കുമായിരുന്നു എന്ന്. അവൻ കണ്ടില്ലേ, അവൻ സിനിമാ ഭ്രാന്ത് കൊണ്ട് അങ്ങനെ നടക്കുകയാണ്, തൊഴിലൊന്നുമില്ലേ, അവൻ നല്ലവണ്ണം പഠിച്ചിട്ടില്ലേ, അവനൊരു ജോലിക്ക് പോയി കൂടെ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കുടുംബത്തിലെ എൻ്റെ രക്ഷിതാക്കളെ വളരെയധികം അങ്ങനെ പറഞ്ഞ് ബുദ്ധിമുട്ടാക്കുകയും അതിൻ്റെ പേരിൽ വൈകുന്നേരം വീട്ടിലെത്തുമ്പോൾ ഇവര് വഴക്ക് പറയുകയും എന്നെ ദേഷ്യപ്പെടുകയും ചെയ്തതിൻ്റെ പേരിലാണ് ഞാൻ ഒരു വർഷക്കാലം ഇവിടെ നിന്ന് മാറി നിന്നത് എന്ന്. അപ്പൊ അതാണ് നമ്മുടെ ആളുകളുടെ സ്വഭാവം എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു പുതിയ കാര്യം തുടങ്ങുമ്പോൾ അതിനെതിരെ ശക്തമായ രീതിയിൽ സംസാരിക്കുകയും അതിനെ ഡീമോട്ടീവ് ചെയ്യുകയും ആ ആളെ നിരുത്സാഹപ്പെടുത്തുകയും അവരെ പരിഹസിച്ച് സംസാരിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളായിരിക്കും നമ്മൾ ഏതെങ്കിലും ഒരു മേഖലയിൽ വിജയിച്ചാൽ നമ്മുടെ കൂടെ നിന്ന് കൈയടിക്കാൻ ആദ്യം ഉണ്ടാകുക എന്നതാണ്. ഇത് ലോകത്ത് നമ്മുടെ മാത്രം പ്രശ്നമല്ല. ലോകത്ത് മഹാത്ഭുതങ്ങൾ സൃഷ്ടിച്ച, ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയ, ഒരുപാട് തത്വജ്ഞാനങ്ങൾ ലോകത്തിന് സമ്മാനിച്ച പ്രവാചകരും ശാസ്ത്രജ്ഞരും സയന്റിസ്റ്റുകളും എല്ലാം അനുഭവിച്ചതാണിത്. നമ്മളെ ഇങ്ങനെ ആളുകൾ റോഡരികിൽ നിന്ന് പറയുന്നു എന്ന് നമുക്ക് തോന്നുക മാത്രമല്ലേ, അതിൽ പലരെയും ക്രൂശിക്കാനും തൂക്കിക്കൊല്ലാനും നാടുകടത്താനുമൊക്കെ എറിഞ്ഞോടിച്ചവരുടെ ദേഹത്ത് പരിക്ക് പറ്റിയ കാര്യങ്ങൾ വരെ
ചരിത്രത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയും. അതുകൊണ്ട് മനസ്സിലാക്കുക, നാം മറ്റുള്ളവരെ പേടിച്ചുകൊണ്ട്, മറ്റുള്ളവരുടെ അഭിപ്രായം എന്തായിരിക്കുമെന്ന് പേടിച്ചുകൊണ്ട് നാം പിന്നോട്ട് നിന്നാൽ നമ്മൾ തന്നെയാണ് പരാജയപ്പെടാൻ പോകുന്നത്. മറ്റുള്ളവരുടെ ചിന്തകളോ മറ്റുള്ളവരുടെ അഭിപ്രായമോ അല്ല നമ്മുടെ ജീവിതം ജീവിച്ചു തീർക്കേണ്ടതും അനുഭവിക്കേണ്ടതും നമ്മളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളെ, നമ്മുടെ സ്വപ്നങ്ങളെ, നമ്മുടെ ഗോളുകളെ, നമ്മുടെ താല്പര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടായിരിക്കണം നാം മുന്നോട്ട് പോകേണ്ടത്. എന്നാൽ പൂർണ്ണമായി മറ്റുള്ളവരെ അവഗണിച്ച് ഒരു സെൽഫിഷായി ജീവിക്കണം എന്നല്ല ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മറ്റുള്ളവരെ പ്രായഭേദമന്യേ, അവരുടെ സാമ്പത്തിക സ്ഥിതി ഭേദമന്യേ ഒന്നും കണക്കാക്കാതെ ചെറിയവരെയും വലിയവരെയും ധനാഢ്യനെയും ദരിദ്രനെയും അധികാരിയെയും പാവപ്പെട്ടവനെയും ഒക്കെ ഒരേ രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ പരിഗണിക്കാനും അവരെ സഹായിക്കാനും ഒക്കെ നാം മുന്നോട്ട് വരണം. എന്നാൽ അവരുടെ അഭിപ്രായം മാത്രമായി കാണുകയും നമ്മുടെ സ്ട്രെങ്ത്തിനെയും നമ്മുടെ വീക്ക്നെസ്സിനെയും നമ്മൾ മനസ്സിലാക്കി നമ്മുടെ സ്ട്രെങ്ത്തിനെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും നമ്മുടെ വീക്ക്നെസ്സിനെ പരിഹരിക്കാൻ കഴിയുന്നതാണ് എങ്കിൽ പരിഹരിക്കുകയും അല്ല എങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യുകയും ഞാൻ ഇങ്ങനെ തന്നെയാണ് ജീവിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്, എൻ്റെ ഇഷ്ടങ്ങളെ, എൻ്റെ താല്പര്യങ്ങളെ, എൻ്റെ സ്വപ്നങ്ങളെ, എനിക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങളെ, അതിൻ്റെ പിറകിൽ ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. അത് ആരുടെയും അഭിപ്രായത്തെ എനിക്ക് പ്രശ്നമല്ല എന്ന ഒരു മൈൻഡ് സെറ്റ് നാം രൂപീകരിക്കണം. ഈ മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന ചിന്ത നമ്മുടെ ചെറുപ്പകാലത്ത് നിന്ന് കിട്ടുന്നതാണ്. നമ്മുടെ തലമുറയിൽപ്പെട്ട ആളുകൾ അവരുടെ ബാഡ് പാരന്റിങ് മൂലം രക്ഷിതാക്കന്മാരിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, നീ ആളുകളെ കൊണ്ട് പറയിപ്പിക്കണ്ട, നീ ഇത് ആളുകൾ കണ്ടാൽ എന്ത് നടത്തും, നമ്മൾ ഡ്രസ്സൊന്ന് നല്ല രീതിയിലല്ലാത്ത ഒരു ഡ്രസ്സായിരുന്നു ഇട്ടിരുന്നുവെങ്കിൽ, അല്ല എങ്കിൽ തലമുടി വെട്ടിയത് ശരിയായിരുന്നില്ല എങ്കിൽ വെറുതെ മനുഷ്യന്മാരെ കൊണ്ട് പറയിപ്പിക്കാൻ എന്ന രീതിയിൽ ആളുകളാണ് നമ്മളെ വിലയിരുത്തേണ്ടത് എന്ന ഒരു ബോധം നമുക്ക് ലഭിച്ചത് ഈ ചെറുപ്പകാലത്ത് നമ്മുടെ രക്ഷിതാക്കന്മാരും നമ്മുടെ അടുത്തുള്ള ആളുകളുമൊക്കെ നൽകിയ നെഗറ്റീവ് സ്ട്രോക്കിൽ നിന്നാണ്. ഏതായാലും സംഭവിച്ചു പോയി. ഇത്രയൊക്കെ പ്രായമായി. നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മൾ അതിനെ അറിഞ്ഞുകൊണ്ട് നമ്മുടെ മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്തുകൊണ്ട് അത് മാറ്റിയെടുക്കണം. നേരത്തെ പറഞ്ഞതുപോലെ ആളുകൾ എന്ത് വിചാരിച്ചാലും എനിക്ക് പ്രശ്നമില്ല, അവരെന്ത് പറഞ്ഞാലും അവരുടെ ഒരു അഭിപ്രായം മാത്രമാണ്, എനിക്ക് എൻ്റെതായ അഭിപ്രായമുണ്ട് എന്ന രീതിയിൽ നമ്മുടെ മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യുകയും അതോടൊപ്പം നാം ജീവിതത്തിൽ ചില കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്താൽ നമുക്കിത് മാറ്റിയെടുക്കാൻ കഴിയും. അതുപോലെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആളുകൾക്കൊന്നും നമ്മുടെ കാര്യം നോക്കാൻ സമയമില്ല. അവർക്ക് അവരുടെ കാര്യം തന്നെ ഒരുപാടുണ്ട്. പിന്നെ 1% നമ്മളെ കുറിച്ച് വിലയിരുത്തിയേക്കാം. ആ വിലയിരുത്തൽ നമുക്ക് പ്രശ്നമല്ല എന്ന് മനസ്സിലാക്കണം. നാം തന്നെ നമ്മുടെ ജീവിതത്തിലെ അവസ്ഥകളെ കുറിച്ച് ആലോചിക്കുക. നാം ഒരു ഫംഗ്ഷനിൽ ചെന്നാൽ, അല്ല എങ്കിൽ ഒരു കൂട്ടം ആളുകളെ കണ്ടാൽ, അതിൽ നമ്മൾ എപ്പോഴെങ്കിലും അവരുടെ കോലങ്ങളെയോ അവരുടെ കാര്യങ്ങളെയോ ഒന്നും വിലയിരുത്താറില്ല. നമുക്ക് നമ്മളെ തന്നെ നാം നോക്കൽ എങ്ങനെ, ഞാൻ എങ്ങനെയാണ് ഡ്രസ്സ് ധരിച്ചത്, എൻ്റെ ഡ്രസ്സ് മോശമുണ്ടോ, എൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആ രീതിയിൽ എൻ്റെ വിഷയങ്ങളാണ് എൻ്റെ ഏറ്റവും വലിയ വിഷയങ്ങൾ. അതിനിടയ്ക്ക് മറ്റുള്ളവരുടെ വിഷയങ്ങൾ നമുക്ക് നോക്കാൻ സമയമില്ലാത്തതുപോലെ തന്നെ മറ്റുള്ള ആളുകൾക്ക് അവരുടെ വിഷയങ്ങളാണ് പ്രശ്നം. അവരുടെ സാമ്പത്തികം, അവരുടെ സ്റ്റാറ്റസ്, അവരുടെ സമൂഹത്തിലുള്ള വില, അതൊക്കെ നോക്കാനാണ് അവർക്ക് സമയമുള്ളൂ. അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ മനസ്സിലാക്കാൻ, നമ്മളെ ചിന്തിക്കാൻ, നമ്മളെ കുറിച്ച് ആലോചിക്കാനൊന്നും ആളുകൾക്ക് സമയമില്ല. ഉണ്ട് എങ്കിൽ അതൊരു ശതമാനം മാത്രമാണ്. ആ ശതമാനത്തെ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ, നമ്മൾ അതിനെ മാറ്റി നിർത്താൻ, അതിനെ മെയിൻറ്റെയിൻ ചെയ്യാതെ ഇരിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഈ പേടിയെ, ഈ സോഷ്യൽ ഫോബിയയെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. അതുകൊണ്ട് ആരെന്ത് വിചാരിച്ചാലും പ്രശ്നമില്ല എന്നും, എനിക്ക് എന്നെ അറിയാമെന്നും, എൻ്റെ ശക്തിയെക്കുറിച്ചും എൻ്റെ ദൗർബല്യങ്ങളെക്കുറിച്ചും എനിക്ക് അറിയാം, എൻ്റെ ശക്തി ഉപയോഗിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ എനിക്ക് കഴിയും, എൻ്റെ ദൗർബല്യങ്ങളെ മനസ്സിലാക്കി തിരുത്തേണ്ടതാണ് എങ്കിൽ തിരുത്തുകയും, തിരുത്താൻ പറ്റാത്തതിനെ ഞാൻ സ്വീകരിക്കുകയും മനസ്സിലാക്കുകയും
അതിനെ അക്സെപ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമെന്ന ഒരു മൈൻഡ് സെറ്റ് രൂപീകരിച്ചെടുക്കലാണ് ഇതിന് ഏക പരിഹാരമെന്നത്. പിന്നെ സ്വാഭാവികമായിട്ടും ഒരു സാമൂഹ്യ ജീവി എന്ന നിലയ്ക്ക് മനുഷ്യരുടെ സ്ട്രോക്കും അവരിൽ നിന്നുള്ള അപ്രിസിയേഷനും അവരുടെ അനുമോദനവും പ്രചോദനവും ഒക്കെ നമുക്ക് അനിവാര്യമാണ്. ആ അനിവാര്യമായ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ മോട്ടീവ് ചെയ്യുന്ന, പ്രചോദനം നൽകുന്ന അത്തരം കാര്യങ്ങൾ നമുക്ക് ലഭിച്ചേ മതിയാകൂ. അതിനുവേണ്ടി, അത് നല്ലത് ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ നമ്മുടെ ഫ്രണ്ട് സർക്കിളും നമ്മളെ പോസിറ്റീവായി സപ്പോർട്ട് ചെയ്യുന്ന പോസിറ്റീവ് പീപ്പിളുമായിട്ടുള്ള ബന്ധത്തെ നമ്മൾ അധികരിപ്പിക്കുക. ഓരോ ദിവസവും നമ്മുടെ പ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന, നമ്മളെ സഹായിക്കുന്ന, നമ്മളെ മുന്നോട്ട് പോകാൻ പ്രചോദിപ്പിക്കുന്ന അത്തരത്തിലുള്ള നല്ല ഒരു ഫ്രണ്ട് സർക്കിൾ നമ്മൾ രൂപീകരിച്ചെടുക്കുക. അങ്ങനെ നമുക്ക് ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ കഴിയും. അതിനുവേണ്ടി നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് രൂപീകരിക്കുക. അത്തരം ആളുകളെ ഇംപ്രസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള മാന്യമായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി നാം രൂപകൽപ്പന ചെയ്തെടുക്കുക. അത് നമ്മുടെ മേഖല ഏതാണോ, നമുക്ക് ഏത് മേഖലയിലാണ് കഴിവും പ്രാപ്തിയും ഒക്കെ ഉള്ളത് എന്നും, ഏത് മേഖലയിലാണ് നമുക്ക് മുന്നോട്ട് പോകാൻ ആഗ്രഹമുള്ളത് എന്നും, ഏത് മേഖലയിൽ പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് സമാധാനവും സന്തോഷവും ലഭിക്കുന്നത് എന്നും മനസ്സിലാക്കിക്കൊണ്ട് ആ മേഖലയിലേക്ക് പോകാൻ ഉപദേശ നിർദ്ദേശങ്ങൾ കൃത്യമായി നൽകാൻ കഴിയുന്ന ആളുകളുമായിട്ടുള്ള ബന്ധം നമ്മൾ സ്ഥാപിക്കുകയും അവരുമായി നിരന്തരമായി നമ്മൾ കോണ്ടാക്ട് ചെയ്യുകയും ചെയ്താൽ നമുക്ക് പോസിറ്റീവായി ഇരിക്കാനും നമ്മുടെ കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകാനും എല്ലാം സഹായിക്കും. അതുകൊണ്ട് മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന ചിന്തയെ പാടേ മറന്നേക്കുക. അതിനെക്കുറിച്ച് ആലോചിക്കാതെ ഞാൻ ഇങ്ങനെയാണ് എന്നും എനിക്കെൻ്റെ കഴിവുകളും എൻ്റെ സന്തോഷങ്ങളും പ്രകടിപ്പിക്കാൻ ഒരു പ്രയാസവുമില്ല എന്നും, എന്നെ പരിഹസിക്കുന്നവർ, ഇൻസൾട്ട് ചെയ്യുന്ന ആളുകൾ അത് അവരുടെ വർക്കാണ്. അതുകൊണ്ട് നെഗറ്റീവ് തോട്ട്സ് അവർക്ക് തന്നെ ലഭിക്കുകയും അവരുടെ ചിന്ത തന്നെയാണ് മോശമാകുന്നത് എന്നും, അവർക്കാണ് അതിൻ്റെ മുഴുവൻ നെഗറ്റീവും ലഭിക്കുന്നത് എന്നും മനസ്സിലാക്കി എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന രീതിയിൽ നാം നമുക്ക് തന്നെ ഒരു പോസിറ്റീവ് കവചം തീർക്കുകയും അവരുടെ അഭിപ്രായങ്ങളും അവരുടെ പരിഹാസങ്ങളും അവരുടെ ഇൻസൾട്ടും അവരുടെ കളിയാക്കലും ഒക്കെ ആ കവചത്തിൽ തട്ടിക്കൊണ്ട്, ആ പടയങ്കിയിൽ തട്ടിക്കൊണ്ട് നമ്മളെ ബാധിക്കാത്ത രീതിയിൽ സൂക്ഷിക്കാനും നാം ശ്രമിക്കുക. നമ്മളെ സഹായിക്കുന്ന രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള ആളുകളുമായി നാം കൂടുതൽ കൂട്ടുകൂടുകയും അവരിൽ നിന്ന് നമുക്ക് പ്രചോദനം ലഭിക്കുന്ന രീതിയിൽ അവരുമായിട്ടുള്ള ബന്ധത്തെ നമ്മൾ കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്യുക. അതിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.